ഇനിയിപ്പോ തല്ലു തുടങ്ങാനായില്ലേ? എടാ മോനോ, വേൾഡ് കപ്പ് തുടങ്ങാൻ നീ അധികം ദിവസമല്ല. അതിന്റെ ടെൻഷനിലപ്പ ഞാന് കുറച്ച് ദിവസമായിട്ട് ഉറക്കം ശരിയാണ്. ഇപ്പൊ തന്നെ ഉറക്കം പോകാൻ തുടങ്ങിയപ്പോ നിങ്ങളത് അതല്ലേ ഓന്റെ ടീം തോൽക്കുന്നു ചേർത്തിട്ടാണേ. അതൊന്നല്ലടാ, കളി തുടങ്ങിയ പിന്നെ ഉറക്കം ശരിയാവില്ല. ഇപ്പൊ തന്നെ ഉറക്കൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ച അത് നല്ലതാ. മാനുക്ക, അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യല്? അത് വേണ്ട. പിന്നെ വൈകുന്നേരം 6 മണിക്കാണ്ട് ഉറങ്ങി ശീലിച്ചാല് കളി തുടങ്ങുമ്പോൾ നല്ല ഉഷാറായിട്ടാണ് നീച്ച. കളിന്റെ നേരത്തെ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിട്ട് കാര്യമല്ല. ഇപ്രാവശ്യത്തെ എന്റെ ടീമിലെ ജയിച്ചു എന്ന് വേണം. ജയിച്ചിട്ട് പ്രാവശ്യം ഞാൻ കളിയാ കണ്ടത്. 18 വയസ്സായോന് ഇനിയിപ്പോ ജയിച്ചിട്ടടക്കാൻ പോവാ. പേരെ കുട്ടിയാതും ഡോക്കിച്ച് അല്ലേ? എന്താ കുഞ്ഞടക്ക, അല്ലെങ്കിൽ ആവേശത്തിന് പ്രായമുണ്ടോ മാനുക്ക? അത് ശരിയാ. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാധവന്. അതൊക്കെ ശരിയാ. ജയിച്ചിമത്തെ നമ്പർ കാണണമെങ്കിൽ ഒരു ഭൂതക്കണ്ണാടി വെക്കണം. കഴിഞ്ഞ കളിയിലേ എന്റെ ടീം ഗോൾ അടിച്ചപ്പോഴേ കസാലി കയറി ഡാൻസ് കളിച്ചത് ഓർമ്മ എനിക്ക്. അത് നല്ല ഓർമ്മ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 3 മാസം ഫിസിയോതെറാപ്പിക്കും കൂടി എന്നെ കൊണ്ടത് കൂടി പറയുക. അല്ല മോനക്ക, അങ്ങനെ സംഭവം ഉണ്ട് അതിന്റെ ഇടയിൽ കൂടെ? കുഞ്ഞുമണിനോട് നേരിട്ടാൽ ചോദിച്ചോക്കെ. അതെ, കൊണ്ടത് നമ്മളൊക്കെ തന്നെ അല്ലേ? തന്നെ കസാല ഉറപ്പില്ലാത്ത എന്തുറ്റ പ്രാവശ്യം ഫൈനൽ കാണാനേ വലിയൊരു സ്ക്രീൻ ഞാൻ വെക്കും. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. എന്തേത് അതിന്റെ റിമോട്ട് എവിടെ വെച്ചിക്കണെന്നില്ല ഓർമ്മ എനിക്ക് വേണ്ടേ? മറവല്ലേ? ഇപ്രാവശ്യം ബ്രസീൽ കപ്പ് എടുക്കുവോ? അത് 100% ബ്രസീൽ കപ്പടിക്കും. അതിനിപ്പോ എന്താ സംശയം? ഓലോ ഒലത്തും ആ നെയ്മറി ഇറക്കണമെന്നും ബെജോലെ എങ്ങായിമാരെ ഓനൊക്കെ വെറുതെ സോക്ക് ഇറക്കാണ്, പോകണ്ടാക്കാം. അതൊക്കെ നിങ്ങളെ തോന്നല മാനുക്ക. പിന്നെ അത് കാണാൻ നമുക്ക്. അല്ല മോനക്ക, നിങ്ങളെന്താ അങ്ങനത്തെ ഒരു വർത്താനം പറയണേ? യാടാ ചങ്ങായിമാരെ, കഴിഞ്ഞ 2-3 വേൾഡ് കപ്പിലും ഇതൊക്കെ തന്നെയല്ലേ നിങ്ങൾ പറഞ്ഞു ബ്രസീൽ കൊണ്ടുപോകും എന്നിട്ട് എവിടെ? അതിനെ മാനുക്ക, ഇപ്രാവശ്യം ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ട്. ഈ പ്രാവശ്യം ഞങ്ങൾ കപ്പ് അടിച്ചിരിക്കും. അടിച്ചിരിക്കും. പ്രതീക്ഷയൊക്കെ നല്ലതാ. ഇനിയിപ്പോ ഇവിടെ കായൊന്നും കൊടുക്കണ്ടല്ലോ. നിങ്ങൾക്ക് വല്ല ലോട്ടറി അടിച്ചേണ്ടി വരും. ഇനി വലിയ വർത്താനൊന്നും പറയണ്ട. മെസ്സി വിരമിച്ചില്ലേ? മെസ്സി വിരമിച്ചേ എപ്പോ? കാര്യം പൊട്ട. ഓന് ഈ കളിക്കും കൂടി ഉണ്ട്. അതൊന്നും അറിഞ്ഞിട്ടില്ല. എന്ത് പൊട്ടനാതൊക്കെ. അല്ല കുഞ്ഞുമനക്ക, നിങ്ങൾ ഈ ലോകത്തൊന്നല്ലേ? ഒന്നും അറിയില്ലടാ ജയ. വെറും കള അറിഞ്ഞാണ്ട് ബ്രസീൽ അറിഞ്ഞു നടക്കുക. എന്നാ എന്റെ വിചാരം ഓൻ വിരമിച്ചു നെല്ലിക്കാണ്. എന്നിട്ട് ഓരോ സ്ക്രീൻ വെച്ച് കളി കാണാൻ പോണേ. അതിന്റെ ചോട്ട് കടന്നുറങ്ങും. അല്ല എന്താ? എന്നാ പറ, ഇപ്രാവശ്യം ആര് കപ്പുണ്ടോ? നിങ്ങളൊന്ന് പറ. കപ്പുണ്ടോലൊക്കെ അവിടെ കട്ടെ. അതുവരെ ഇപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് തന്നെ അറിയില്ല. ഒരു കാര്യം ഉറപ്പാ, ഞങ്ങൾ ടീം തോൽക്കും വരെ ഞങ്ങൾ ചാമ്പ്യന്മാരാ. അതിച്ച് പറഞ്ഞേ. എന്തായാലും പെങ്ങളി തൊള്ളിയൊക്കെ ഫൈനൽ വരലുള്ളൂ. അത് കഴിഞ്ഞില്ലേ? അതൊന്നും അങ്ങനെയൊന്നും കജൂല. ഇക്കുറി എന്തായാലും അർജന്റീന കപ്പുണ്ടാവും. അതന്നെ, വേറെ ഒന്നും പലി പറയാല്ല. അത് ഉറപ്പാ. എന്താ പനക്കത്ര ഉറപ്പ്? അതൊക്കെ ഉണ്ടടോ. ഞങ്ങളെ ടീം അർജന്റീന ജയിച്ചണ് 2 ദിവസം മുന്നേ ഞാൻ കിനാവ് കണ്ടു. എന്റെ തമാശ. എന്താ ചിരിച്ചണേ? എന്താപ്പാ ചിറിയുന്നോ? അല്ല, ഞാൻ മുഴുവൻ കളിക്കിനാവ് കണ്ടോ? മുഴുവൻ കാണാൻ പറ്റിയില്ല. സെമി ഫൈനൽ വരെയല്ല കളി ഞാൻ കണ്ട്. ഫൈനൽ കാണാൻ പറ്റില്ല. അപ്പോഴേക്കും പെണ്ണുങ്ങൾ വിളിച്ചോട്ടില്ലേ? നിങ്ങൾ വിളിച്ചൊന്നും വേണ്ട. എന്തായാലും അർജന്റീന കൊണ്ടുപോകും. അതന്നെ, വേറെ ഒന്നും പറയാല്ല. നിങ്ങൾ അൽത്തു ഈ പ്രാവശ്യം 100% ബ്രസീലിനുള്ളൂ. കൊണ്ടുപോകും. കട്ടുകൊണ്ടോണ്ടി നിങ്ങള്. കട്ടൊന്നും ഞങ്ങൾ കൊണ്ടുപോകില്ല. അവസാനം പെനാൽറ്റി ഷൂട്ട് ഔട്ടിലാണ് കപ്പ് ഞങ്ങൾ കൊണ്ടുപോകും. അതെ, കാണാൻ നമുക്ക് ഇവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ. ജാതി ഒരു കാര്യം ചോദിച്ചു, ഇജ് പ്രസർ ചെക്ക് വെച്ചിട്ട് ഒരു മിഷീൻ വാങ്ങിയപ്പോ പെനാൾട്ടി ഷൂട്ട് ഔട്ടിന്റെ അടിയിലേ ഇടക്ക് ഇങ്ങനെ ചെക്ക് ചെയ്തോണ്ടി. അല്ലെ പെനാൾട്ടി കഴിഞ്ഞ് ഫൈനലും കഴിഞ്ഞ് കപ്പ് നേടിയാലും ഇജ്ജ് നീച്ചലുണ്ടാവില്ല കസാരി. അത് ശരിയാ, BP കയറിയിട്ട് അടിച്ചു പോയിട്ടുണ്ടാവും. അതന്നെ. അപ്പൊ ഇനി ഫൈനല് കഴിഞ്ഞിട്ട് കാണാ കുഞ്ഞമണിയെ. പിന്നെ എന്നോട് വേറെ കാര്യം പറയാല്ലേ, എന്താ അറിയോ? കളി കാണുമ്പോ കജ്ജും കാലൊക്കെ കസാൽമ കെട്ടിക്കോണ്ടി. ഇന്നാളത്തെ മാതിരി കസാൽമക്കാരി തുള്ളിച്ചാടിക്കാണ്ടേ ഫിസിയോതെറാപ്പിക്ക് പോവാൻ നിക്കണ്ട. പിന്നെ ഞാൻ എന്റെ പെരക്കാരോട് പറഞ്ഞേക്കാണേ, ഫൈനല് കജ്ജണ വരെ കുടിരിക്കല്, തക്കാരം, മരണം ഇതൊന്നും ഏൽക്കാൻ നിക്കണ്ട. ഞമ്മളതിന് കിട്ടൂല. എന്നാ ഞാൻ പോയി. ഞങ്ങൾ മലപ്പുറംകാർക്ക് വേൾഡ് കപ്പ് വെറും ഒരു ടൂർണമെന്റ് മാത്രമല്ല, അതൊരു സീസണിന്റെ ആഘോഷം കൂടിയാണ്. ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞ് ഫ്ലെക്സ് ബോർഡുകൾ കൊണ്ടും കൊടി തോരണങ്ങൾ കൊണ്ടും ഈ വേൾഡ് കപ്പിനെയും വരവേൽക്കാം. ഈ വേൾഡ് കപ്പ് ആരടിക്കും? നിങ്ങളൊന്ന് കമന്റ് ചെയ്യും.